അൻവർ സാദത്തിന്റെ കുടുംബത്തിനും സംഗീത സംവിധായകൻ ജെറി അമൽദേവിനും വന്നതുപോലെ നമ്മുടെ ഫോണിലേക്കും ഇതുപോലുള്ള വ്യാജ സന്ദേശങ്ങൾ എത്താം. ഇവിടെ ധൈര്യം കൈവിടാതെ പോലീസിനെ വിവരമറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കൊച്ചി സ്വദേശിയിൽ നിന്ന് 29 ലക്ഷം രൂപ തട്ടിയെടുത്തൊരു സംഭവമുണ്ടായി. തട്ടിപ്പിന് ഇരയായ വ്യക്തി നൽകിയ പരാതിയിൽ കേസെടുത്ത എറണാകുളം സെൻട്രൽ പോലീസിന്റെ അന്വേഷണമെത്തിയത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. കേസിലെ പ്രതി ബീഹാർ സ്വദേശി പ്രിൻസ് പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പ് നടത്തി നേടിയ പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുകയാണ് ഇയാളുടെ രീതി. സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 29 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് പ്രിൻസിനെ അറസ്റ്റ് ചെയ്തത്. വ്യാജ CBI സംഘം ചമഞ്ഞ വെർച്വൽ വിചാരണയും അറസ്റ്റും ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രിൻസ് പ്രകാശ്. വ്യാജ CBI സംഘത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് നൽകുന്നതും അക്കൗണ്ടിൽ എത്തുന്ന തുക ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുന്നതും ഇയാളായിരുന്നു. ഓരോ ഇടപാടിനും ലക്ഷങ്ങളാണ് പ്രതിഫലമായി കിട്ടിയിരുന്നത്. തട്ടിപ്പ് പണം ആഡംബര ജീവിതത്തിനായി ചെലവഴിക്കുകയായിരുന്നു ഇവരുടെ രീതി. താൻ ഡോക്ടറാണെന്നും വ്യാജ CBI സംഘത്തിലെ മുഴുവൻ പേരും വടക്കേ ഇന്ത്യക്കാർ ആണെന്നുമാണ് പ്രിൻസിന്റെ മൊഴി. വ്യാജ CBIക്കാർ വെർച്വൽ വിചാരണയ്ക്കിടെ ആവശ്യപ്പെടുന്ന തുക നൽകിയാൽ അറസ്റ്റ് ഒഴിവായെന്ന് പറയും. പ്രിൻസ് സംഘടിപ്പിച്ച് നൽകുന്ന അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനാണ് ആവശ്യപ്പെടുക. പ്രിൻസിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 30 ലക്ഷം തട്ടിയ കേസിലെ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത്. കേസിൽ 14 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അടുത്തിടെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്നും സമാന രീതിയിൽ പണം തട്ടാൻ ശ്രമമുണ്ടായി. ഡൽഹിയിൽ പിടിയിലായ പ്രിൻസിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18